ഞങ്ങൾക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ലാലേട്ടന് തിരിച്ചു വന്നു എന്നുള്ളതാണ് പ്രേക്ഷകരുടെ ഏറ്റവും പഴയ കുസൃതിയും തമാശയും ആ വേദനകളും ആ നൊമ്പരങ്ങളൊക്കെ ഫീൽ ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ ലാലേട്ടൻ കണ്ണ് നിറയുമ്പോൾ നമുക്ക് വേദനിക്കാവുന്ന രീതിയിലുള്ള ആ ഫീലിങ്സുകളെല്ലാം ചേർത്തിട്ടുള്ള ഒരു സിനിമയാണ് ശരിക്കും പറഞ്ഞത്. തരുണിന്റെ ഒരു വളർച്ച എങ്ങനെയാണ് തുടക്കം മുതൽ കൂടെ നിൽക്കുന്നു എന്നൊരാളെന്ന നിലയിൽ? അത് അവനെ അർഹിക്കുന്നത്. അവനൊരു ഒരു നല്ല മനുഷ്യനാണ്, നല്ല കലാകാരനാണ്, നല്ല നടനാണ്. അപ്പോൾ ഇതൊന്നല്ല തരുൺ വരാനിരിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിവിടെ തുടരുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യം. ജനങ്ങളുടെ സ്നേഹവും സന്തോഷമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ ചേർത്ത് പിടിക്കലുകളൊക്കെ അനുഭവിച്ചുകൊണ്ട് തുടരുന്നു എന്നുള്ളത് വലിയ സന്തോഷവും അഭിമാനമുള്ള കാര്യം. 20-ാം നൂറ്റാണ്ടെന്നുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. തിയേറ്ററിൻ്റെ പിറകിൽ തിയേറ്ററിൻ്റെ മുൻവശത്തുള്ളൊരു വീട്ടിലാണ് തൂവാനത്തുമ്പോൾ ഷൂട്ടുകളൊക്കെ കാണുന്നത്. അപ്പോൾ ക്യൂവിൽ നിന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്നത്. എത്ര PR വർക്ക് ചെയ്താലും സിനിമ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു നടനുണ്ടാവുക, ഒരു സിനിമ ഉണ്ടാവുക, അതൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്താലും നടക്കുന്നൊരു കാര്യമൊന്നുമല്ല. കുറേ ഘടകങ്ങളുണ്ട് ഇങ്ങനെ ഉണ്ടായി വരാൻ. ഒരു സിനിമ കണ്ടുകൊണ്ട് നാളെ മുതൽ MTM ഉപയോഗിക്കാമെന്ന് ഒരാൾ വിചാരിക്കുന്നൊന്നുമില്ല. ഇതിലും മാരകമായ ഓരോ സാധനങ്ങൾ പഴയ കാലം മുതൽ സിനിമയിലുണ്ട്. കഞ്ചാവ് വലിക്കുന്ന സിനിമ ഉണ്ടായിട്ടുണ്ട്. വേടൻ്റെ വിഷയത്തിൽ തന്നെ എടുത്താൽ അതിനേക്കാൾ വലിയ പ്രചരണമൊന്നും ഇതിന് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ വേടം വലിക്കും, ഇനി നമുക്ക് നാളെ മുതൽ വലിക്കാമെന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ. സിനിമാ പ്രാന്തനിൽ ഇന്ന് കൂടെ ഉള്ളത് ഇർഷാദ് അലിയാണ്. ഇർഷാദക്ക, വെൽക്കം ടു സിനിമാ പ്രാന്തൻ. നമസ്കാരം. പാർവതി പരിണയത്തിൽ തുടങ്ങി ഇപ്പോൾ ലാസ്റ്റ് റിലീസ് തുടരും. ഇതുവരെയുള്ള 95-ലാണെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് ഇപ്പം 2025 വലിയൊരു ജേണിയാണ്. 30 വർഷമായി. അപ്പം ഇതുവരെയുള്ള ഒരു ആക്ടർ എന്ന രീതിയിലുള്ള ഒരു ജേണി ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ എത്ര ബ്യൂട്ടിഫുള്ളാണ്. നമ്മളിവിടെ തുടരുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ. ജനങ്ങളുടെ സ്നേഹവും സന്തോഷമൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ ചേർത്ത് പിടിക്കലുകളൊക്കെ അനുഭവിച്ചുകൊണ്ട് തുടരുന്നു എന്നുള്ളത് വലിയ സന്തോഷവും അഭിമാനമുള്ള കാര്യമാണ്. വലിയ സിനിമയുടെ ഭാഗമാവുന്നു, വലിയ ഹിറ്റുകളുടെ ഭാഗമാവുന്നു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. 30 വർഷമൊക്കെ സിനിമയിൽ ഇപ്പോൾ ഞാൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നരസിംഹത്തിലെ ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോവും ഇതിലെ ഫോട്ടോയും ചേർത്തിട്ടൊരു ഫോട്ടോ. ഭയങ്കര വൈറലായിരുന്നു അത് ശരിക്കും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കമൻറ്റുകൾ, നിങ്ങളിപ്പോഴും ലാലേട്ടൻ്റെ കൂടെ നരസിംഹത്തിലുണ്ടായിരുന്നു, ഇപ്പോഴും നിങ്ങളിവിടെ, അതിൻ്റെ ഇടയിൽ പലരും കൊഴിഞ്ഞു പോയിട്ടുണ്ട്, പലരും ഇല്ലാതായിട്ടുണ്ട്, പലരും മരിച്ചു പോയിട്ടുണ്ട്, നിങ്ങളിപ്പോഴും തുടരുന്നു എന്നുള്ളത് പറയുന്നത്, അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഈ തുടരും റിലീസിനോടനുബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടായിരുന്നല്ലോ, ലാലേട്ടൻ്റെ ഒരു ഫാൻ ഷോയ്ക്ക് തിയേറ്ററിൽ തിക്കും തിരക്കിലും ഇടയിൽ ഫാൻ ഷോ അല്ല, 20-ാം നൂറ്റാണ്ടെന്നുള്ള സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ലാലേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. തിയേറ്ററിൻ്റെ പിറകിൽ തിയേറ്ററിൻ്റെ മുൻവശത്തുള്ളൊരു വീട്ടിലാണ് തൂവാനത്തുമ്പോൾ ഷൂട്ടുകളൊക്കെ കാണുന്നത്. അപ്പോൾ ക്യൂവിൽ നിന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്നത്. അപ്പോൾ നമ്മളതിൽ അതിനുശേഷം ഞാൻ നരസിംഹത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ലാലേട്ടനെ കാണുന്നത്. അപ്പോൾ നമ്മളതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ക്യൂവിൽ നിൽക്കുമ്പോൾ ഞാൻ ലാലേട്ടനെ കാണുന്നുണ്ടായിരുന്നു, നരസിംഹത്തിൽ പോയപ്പോൾ ലാലേട്ടൻ എന്നെയും കാണുന്നുണ്ടായിരുന്നു. അതെ, അവിടെ നിന്ന് കൂടെ അഭിനയിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു? ആക്ച്വലി നരസിംഹത്തിലൊക്കെ അങ്ങനെ വലിയ അഭിനയമില്ല എന്ന് പറയാൻ ആ ഗ്രൂപ്പിലൊരാളാണ്. പിന്നെ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു ഷാജി കലാസിനെ പോലെ സംവിധായകൻ്റെ, രഞ്ജിത്തേട്ടൻ്റെ സ്ക്രിപ്റ്റിൽ ലാലേട്ടനെ പോലുള്ള ഒരുപാട് പ്രതിഭകളുടെ കൂടെ ഇങ്ങനെ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ള കൗതുകവും അഭിമാനവും സന്തോഷമൊക്കെ കൂടി. അവിടെ എന്താ അഭിനയിച്ചതെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ. അതിന് ശേഷമുള്ള ഒരു ഘട്ടത്തിൽ ലാലേട്ടൻ്റെ കൂടെയുള്ള ഒരു മൊമെൻറ്റ്സും ഭയങ്കര രസകരമായിരുന്നു. ഞാൻ നരസിംഹത്തിന് ശേഷം രാവണപ്രഭുവിലുണ്ടായിരുന്നു, ഒറ്റ സീനിലുള്ളെങ്കിലും പക്ഷേ ആ സീനിന് ഭയങ്കര പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ മംഗലശ്ശേരി നീലകണ്ഠനെ കൊല്ലാൻ കൊണ്ടുപോകുന്ന കഥാപാത്രമായിരുന്നു. പിന്നെ പ്രജയിൽ സക്കീറുസുവിനെ ഒറ്റിക്കൊടുക്കുന്നൊരു കഥാപാത്രമായിരുന്നു. പരദേശിയിൽ മകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ദൃശ്യത്തിൽ ഭയങ്കര ജോർജിനെ തിരിച്ചറിയുന്ന, അപ്പോൾ അങ്ങനെ ജോർജ് കുട്ടിയെ തിരിച്ചറിയുന്ന കഥാപാത്രം. അങ്ങനെ ഒരുപാട് പല വൈവിധ്യങ്ങളിലൂടെ ലാലേട്ടൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റിയിട്ടുണ്ട്. ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ അടുത്ത സുഹൃത്തായ പരീക്കർ എന്ന് പറയുന്നൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര രസകരമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഭയങ്കര ലാലേട്ടൻ അന്ന് അകലെ നിന്ന് കാണുമ്പോൾ ഇന്ന് ഏറ്റവും അടുത്ത് ചേർത്ത് പിടിക്കാവുന്ന എന്ത് കുസൃതികളും ചെവിയിൽ പറയാവുന്ന രീതിയിലുള്ള ഒരു സൗഹൃദത്തിലേക്ക് വളരാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷമാണ്. ഈ തുടരും 100 കോടി ക്ലബിൽ ഇപ്പം 6 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലൊക്കെ കയറി. സോ അതിൻ്റെ ഒരു സന്തോഷമൊക്കെ എങ്ങനെ പോകുന്നു? ഞാനിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് രഞ്ജിത്തേട്ടനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കൈവിട്ടു പോയൊരു
ഒരു ഇതാണത്. ഞാൻ ഇന്നലെ തൊടുപുഴയിലുള്ള ആശീർവാദ് തിയേറ്ററിൽ പോയപ്പോൾ അവിടെ ഡെയിലി നടക്കുന്നത് 16 ഷോ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഹൗസ്ഫുൾ ഷോകളാണ്. അതിൻ്റെ ഏറ്റവും രഞ്ജിത്തേട്ടനോടും തരുൺ മൂർത്തിയോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുള്ള വെച്ചാൽ, ഇത്ര സ്നേഹം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയ ലാലേട്ടന് തിരിച്ചു വന്നു എന്നുള്ളതാണ് പ്രേക്ഷകരുടെ ഏറ്റവും. എവിടെയൊക്കെ ലാലേട്ടൻ കുറേ ആ ലാലേട്ടൻ്റെ കുസൃതിയും ആ തമാശകളും ഒക്കെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ലാലേട്ടൻ കുറേ കാലമായിട്ട് അങ്ങനെ കാണുന്നുണ്ട്. അല്ല, അങ്ങനെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ആ പഴയ കുസൃതിയും തമാശയും ആ ചിരി, ആ വേദനകളും ആ നൊമ്പരങ്ങളൊക്കെ ഫീൽ ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ ലാലേട്ടൻ കണ്ണ് നിറയുമ്പോൾ നമുക്ക് വേദനിക്കാവുന്ന രീതിയിലുള്ള ആ ഫീലിങ്സുകളെല്ലാം ചേർത്തിട്ടുള്ളൊരു സിനിമയാണ് ശരിക്കും തുടരും. അപ്പോൾ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയതിൻ്റെ ആവേശം. ഇപ്പോൾ ശരിക്കും പറയാം, ഞാനൊരു ആശീർവാദിൻ്റെ അവിടുത്തെ മാനേജർ അലക്സിനോട് ഞാൻ സംസാരിച്ചപ്പോൾ അലക്സ് നമ്മൾ ദൃശ്യത്തിൻ്റെ ഒക്കെ മേലെയാണ് നിൽക്കുന്നത്. കാരണം ഇങ്ങനെ അത് ആളുകൾക്ക് ദൃശ്യത്തിൻ്റെ സമയത്തൊന്നും ഇത്ര ലാലേട്ടൻ മാറി നിന്നിട്ടില്ല. കുറേ കാലത്തിന് ശേഷം, ഒരു 10 വർഷത്തിന് ശേഷം പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയതിൻ്റെ സ്നേഹവും ആരാധകരുടെ ഒരു ഭ്രാന്തൊക്കെ ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഇപ്പോൾ തുടരുമെന്ന് പറയുന്ന സിനിമ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ KR സുനിലായാലും അതിൻ്റെ എഴുത്തുകാരൻ ഷാജിച്ചറിൻ്റെ ഗംഭീരമായ മേക്കിംഗ്, തരുൺ ഇന്നലെ ഒരു ഫ്രണ്ട് എനിക്ക് ഇൻ്റർവെൽ പഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരും ഓരോ സമയത്ത് പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ. വെറുതെ വേണമെങ്കിൽ ഇൻ്റർവെൽ പഞ്ച് ഉണ്ടാക്കാം, പക്ഷേ തെയ്യവും കലയും ഒക്കെ ചേർത്ത് ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നുള്ള അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു പള്ളി പെരുന്നാളിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ പ്രേക്ഷകർക്ക് വെറുതെ ഒരു കഥ പറയല്ല, ഒരു ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ കഥ പറയാൻ തരുൺ ഭയങ്കര മിടുക്ക് കാണിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് പ്രേക്ഷകർ ഇത് വലിയ വിജയമായി 6 ദിവസം കൊണ്ട് 100 കോടിയിലേക്കൊക്കെ കയറുന്നു. തരുൺ മൂർത്തിയുടെ ഒരു സിനിമയുടെ തുടക്കം മുതൽ ഇർഷാദക്ക കൂടെ ഉണ്ട്. അതിലൊരു ബ്രേക്കിംഗ് ക്യാരക്ടർ SI പ്രതാപൻ, ആ ഒരു ക്യാരക്ടർ തരുണിൻ്റെ ഒരു വളർച്ച എങ്ങനെയാണ് തുടക്കം മുതൽ കൂടെ നിൽക്കുന്നു എന്നൊരാളെന്ന നിലയിൽ? അതവനെ അർഹിക്കുന്നതാണ്. അവനൊരു നല്ല മനുഷ്യനാണ്, നല്ല കലാകാരനാണ്, നല്ല നടനാണ്. അപ്പോൾ ഇതൊന്നല്ല തരുൺ വരാനിരിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തരുണിൻ്റെ പ്രതിഭ മലയാള സിനിമയിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. അയാൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താനുള്ള കഴിവുള്ള, അല്ലെങ്കിൽ അത് അർഹതയുള്ള ഒരു കലാകാരനാണ് ശരിക്കും പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ SI പ്രതാപൻ എന്നൊക്കെ പറയുന്ന എൻ്റെ അഭിനയ ജീവിതത്തിലെ മനോഹരമായ കഥാപാത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ ജാവേല കഥാപാത്രം. അതങ്ങനെ ആക്കിയെടുത്തതും ആ മനോഹരമായ, അല്ലെങ്കിൽ ഇർഷാദ് നന്നായിട്ടുണ്ട് എന്ന് പറയാനുള്ള കാരണക്കാരനും തരുണാണ്. കാരണം അയാൾ വലിയ നടനാണ് ശരിക്കും പറഞ്ഞാൽ. കഥകളി അയാൾ അഭിനയിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പണ്ട്, ഇപ്പോഴും അഭിനയിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. പക്ഷെ പാട്ട് വന്നു, പ്രൊമോ സോങ് വന്നപ്പോഴത്തേക്ക് അത് നിറഞ്ഞാടിയിട്ടുണ്ട്. അപ്പോൾ തരുൺ ഒരു ആക്ടറെ വർക്ക് ചെയ്യിപ്പിക്കാൻ ഭയങ്കര മിടുക്കനാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഈ തുടരിലൊക്കെ കാണുന്നുണ്ട്. ലാലേട്ടൻ്റെ പഴയ ലാലേട്ടനിലേക്ക് ലാലേട്ടൻ ഇങ്ങനെ ആ സാധനത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ തരുൺ നന്നായി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ തരുൺ എന്ന് പറയുന്നത് മലയാളത്തിൽ ഇനിയും തരുണിൻ്റേതായിട്ടുള്ള ഒരുപാട് മികച്ച സിനിമകൾ, മികച്ച കലാസൃഷ്ടികളുണ്ടാവാൻ സാധ്യതയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ അയാൾ തീർച്ചയായിട്ടും അർഹിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ വിജയം എന്ന് പറയുന്നത് അയാൾക്ക് അറിയിക്കുന്നതാണ്. ഇർഷാദൊക്കെ ശരിക്കും എത്ര സിനിമ ചെയ്തിട്ടുണ്ടെന്ന് കൗണ്ട് നോക്കാറുണ്ടോ? ജീവിതത്തിൽ കണക്കെടുപ്പില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. എന്തായാലും ഈ വിക്കിപീഡിയ ഒക്കെ നോക്കിയിട്ട് പലരും പറയും 100 കഴിഞ്ഞില്ലേ, അല്ല 150 ആയില്ലേ എന്നൊക്കെ പറയും. ഞാൻ പക്ഷേ എൻ്റെ സിനിമയുടെ എണ്ണം ഇന്നേ വരെ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് സിനിമയുടെ മാത്രമല്ല, ഒരു രീതിയിലും കണക്കെടുപ്പില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെ ജീവിച്ചു പോകുന്നു. അതാണ് ഏറ്റവും സുഖം എന്ന് പറയുന്നൊരു കാറ്റ് പോലെ ഇങ്ങനെ ഒഴുകുക എന്നുള്ളതാണ് ഏറ്റവും സുഖം. അല്ലാതെ നമ്മൾ എല്ലാ കാര്യത്തിലും കണക്കെടുപ്പിനൊക്കെ പോയാൽ, ഇപ്പോൾ ഇർഷാദൊക്കെ പ്രതീക്ഷിച്ച വിജയമുണ്ടായിട്ടുണ്ടോ സിനിമയിൽ, അല്ലെങ്കിൽ വളർച്ചയുണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊക്കെ കണക്കെടുപ്പിലൊക്കെ പോയാൽ ഭയങ്കര നിരാശകളൊക്കെ ഉണ്ടാവും. നമ്മൾ അർഹിക്കുന്ന സ്ഥാനത്തേക്ക് എത്തിയോ, നിങ്ങൾ ഇവിടെ അല്ലല്ലോ. ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ആളുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിട്ട് പറയാറുണ്ട്. അവർ ഭയങ്കര വേദനയോട് പറയുമ്പോൾ നമുക്ക് ആ വേദനയുടെ കൂടെ നിൽക്കേണ്ടി വരും പലപ്പോഴും. നമ്മൾ ഉദ്ദേശിച്ച ഹൈറ്റിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഇത്ര എത്തിയല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഭയങ്കര സമാധാനം. നമ്മളെ കൂടെ ഇപ്പോഴും പണ്ട് ചാൻസ് ചോദിച്ചു തരുന്ന ആളുകൾ ഇപ്പോഴും ചാൻസ് ചോദിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വലിയ അങ്ങനെയാണ്. അതാ ഏറ്റവും രസമുള്ളൊരു യാത്ര. അല്ലാതെ നമ്മൾ അത് കിട്ടിയില്ലല്ലോ ഇത് കിട്ടിയില്ലല്ലോ അങ്ങനെ കണക്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ
ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര അസ്വസ്ഥനാവാം, അല്ലെങ്കിൽ അപ്പോൾ ആ കണക്കെടുപ്പില്ല. അതുകൊണ്ട് തന്നെ എത്ര സിനിമയെന്ന് അറിയില്ല. പലർക്കും സിനിമയിലേക്ക് വരണം, ഒരു നടനാവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റാർഡം ആഗ്രഹിക്കുമല്ലോ. ശശാങ്കയുടെ പല ഇൻ്റർവ്യൂസിലായിട്ടും കണ്ടു, ഒരു ലൈക്ക് ഒരു തിയേറ്റർ ബ്ലോക്ക് ബസ്റ്റർ അല്ലെ ഒരു കൊമേഴ്ഷ്യൽ മൂവിയിൽ ഒരു സ്റ്റാർ ആകുമ്പോഴായിരിക്കും ആ ഒരു സ്റ്റാർഡം നമുക്ക് കിട്ടുക. അപ്പം ഋഷാദക്ക് അങ്ങനെ ഒരു ഫുൾ സ്ട്രെച്ച് ഒരു കൊമേഴ്ഷ്യൽ അതിലൊരു ലീഡ് ചെയ്യുന്നതിലോട്ട് ഓപ്പറേഷൻ ജാവ അങ്ങനെയുള്ള സിനിമകളുണ്ട്, നടനായിട്ട് സപ്പോർട്ട് വന്നിട്ടുള്ള ചെയ്യാൻ ഒരുപാട് ലുക്കും സിനിമകളുണ്ട്. ബാലുവും ഒക്കെ ഉള്ള വേഷങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരു സ്റ്റാർ മെറ്റീരിയൽ അല്ലെ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റിലേക്ക് എത്തുന്ന ഒരു നടൻ അങ്ങനെ ആവണം എന്ന് തോന്നിയിട്ടുണ്ടോ? ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ, ആഗ്രഹിക്കാം. പക്ഷേ എത്തിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാനോ നിരാശപ്പെടാനോ അതിനുവേണ്ടി സമയം കളയാനോ നിൽക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് സന്തോഷത്തിൽ കിട്ടിയ വേഷങ്ങളിൽ എത്ര മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു സ്റ്റാർഡത്തിനേക്കാൾ അപ്പുറത്ത് ഒരു നല്ല നടൻ എന്നുള്ള പേരുണ്ടാക്കാനാണ് എനിക്ക്. സ്റ്റാർഡം എപ്പോഴും ആഗ്രഹിക്കുന്ന കേട്ടോ. അതിൽ ഞാൻ എനിക്ക് സ്റ്റാർ ഒന്നാവണ്ട എന്നൊക്കെ ചുമ്മാ പറയണത്. എല്ലാവരുടെ ഉള്ളിലും ഒരു സ്റ്റാർ ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ എല്ലാവരുടെ ഉള്ളിലുണ്ടാവും. കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ വല്ലാതെ നിരാശപ്പെടാതിരിക്കുകയാണ് ജീവിതത്തിൻ്റെ ഭംഗി. അല്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമുണ്ടാകും. ഡിപ്രഷൻ്റെ മരുന്നൊക്കെ കഴിക്കേണ്ടി വരും. ഇന്നവരെ അങ്ങനെ ഒരു മരുന്നും അങ്ങനെയൊന്നല്ല, ഒരു മരുന്നും കഴിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. എല്ലാം ഫുൾ ഫിറ്റായിട്ട് തന്നെ പോവാണ്. കൂൾ. ഈ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മൾ ചിരിപ്പിച്ചിട്ടുണ്ട്, വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ എൻജോയ് ചെയ്യുന്ന ക്യാരക്ടർ ഏതായിരിക്കും? എൻജോയ് ചെയ്യാതെ ഒരു വേഷവും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് വേറെ സത്യം. നമ്മൾ വില്ലനാവുമ്പോഴും ആ വില്ലത്തരത്തിൽ എങ്ങനെ മനോഹരമാക്കാം എന്നാലോചിക്കുന്നപ്പോൾ നമ്മൾ പേഴ്സണലി ഞാനെന്ന വ്യക്തി അങ്ങനെ വില്ലനല്ല, അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിനെങ്ങനെ ആളുകളെ ആ വില്ലത്തരത്തിനെ ആളുകളെ എങ്ങനെ, ഇപ്പോൾ പാടമൊന്നൊരു വിലാപം എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് ഭയങ്കര അറപ്പ് തോന്നുന്നു എന്ന് പറഞ്ഞു. വെറുപ്പല്ല, അറപ്പ് തോന്നുന്നു എന്ന് പറയുന്നത് അത് ക്യാരക്ടറിൻ്റെ മികവാണ്. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്യാൻ എനിക്ക് പറ്റിയത് കൊണ്ടാണ് ആ കഥാപാത്രത്തിൻ്റെ അങ്ങനെ എന്നോട് വെറുപ്പും അറപ്പും ഉണ്ടാകുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മൾ ഏത് വേഷമാകുമ്പോഴും നമ്മൾ അറിഞ്ഞ് എൻജോയ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിലെത്താൻ പറ്റില്ല. പിന്നെ ഇഷ്ടമെന്നൊക്കെ പറയാനുണ്ടാവും. നമ്മളിപ്പോൾ ഏത് വേഷം ചെയ്യുമ്പോൾ ഇഷ്ടമുണ്ടാവുക എന്ന് പറയുമ്പോൾ ചില കോമഡിയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര, കാരണം നമുക്ക് കോമഡി വഴങ്ങുമോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജിൽ കോമഡി സംഭവിക്കുമോ എന്നൊക്കെയുള്ള തോന്നലുണ്ടാവില്ല. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെയൊരു ഇത് വെച്ചിട്ട് നമ്മുടെ ഒരു ശരീരഘടന വെച്ചിട്ട് എങ്ങനെ തമാശ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വില്ലൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നു നിന്നാൽ തന്നെ എനിക്ക് വില്ലനാവാൻ പറ്റും. അതല്ല ഒരു ഭയങ്കര ഹ്യൂമർ ക്യാരക്ടർ ഇയാളെ കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിക്കാമെന്ന് ആലോചിക്കുമ്പോൾ പുള്ളിപ്പുലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ലാൽ ജോസ് സാറിനോടുള്ള സ്നേഹത ഇവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നിടത്താണ് ആ സിനിമ വേറെ രീതിയിലേക്ക് മാറുന്നത്. അപ്പം ഞങ്ങളുടെ കരിയറും വേറെ രീതിയിലേക്ക് മാറുന്നത് അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഹ്യൂമർ ചെയ്യാൻ കുറച്ചുകൂടി ഇഷ്ടമൊക്കെ തന്നെയാണ്. എന്നുവെച്ചാൽ അതുമാത്രമല്ല, ഹ്യൂമർ ചെയ്യുമ്പോഴാണ് ആളുകൾക്കിടയിൽ കുറച്ചുകൂടി റീച്ച് ഉണ്ടാകുന്നത്. ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്ന ശേഷം അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നതാണ്. ഇതൊക്കെ അതിൽ ഹ്യൂമർ സീക്വൻസുകളൊക്കെ ട്രോളായിട്ടും ഇതുമായിട്ടൊക്കെ വന്നിട്ടിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഭയങ്കര ഇതാവും. അപ്പോൾ അത് നമുക്ക് ആസ് എ ആക്ടർ ഭയങ്കര ഗുണം ചെയ്യുന്നതല്ലേ. മുൻപൊരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ തന്നെ കണ്ടതായിരുന്നു, PR വർക്ക് ചെയ്യാറില്ല എന്നുള്ളൊരു കാര്യം. പക്ഷെ ഇപ്പം ഏതൊരു ആർട്ടിസ്റ്റിനെ നോക്കിയാലും ലൈക്ക് ചെറിയ നടൻ വലിയ നടൻ എന്നില്ല, എല്ലാവരും PR വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു റീച്ച് ഇപ്പം ആവശ്യമാണല്ലോ. ഇപ്പോഴും എങ്ങനെയാണ്, PR വർക്ക് ഉണ്ടോ? എനിക്കറിയില്ല. സോഷ്യൽ മീഡിയ പോലും വളരെ പൂറാണ് ശരിക്കും പറഞ്ഞാൽ. ഇൻസ്റ്റ പോലും ഞാനിപ്പോഴും വെരിഫൈഡ് പേജൊന്നുമല്ല ഉപയോഗിക്കുന്നത്. ഞാൻ അതാ പറയുന്നത്, അങ്ങനെ പോട്ടെ. ബേസിക്കലി ഞാനൊരു മടിയനാണ്. പിന്നെ എത്ര PR വർക്ക് ചെയ്താലും സിനിമ സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു നടനുണ്ടാവുക, ഒരു സിനിമ ഉണ്ടാവുക, അതൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്താലും നടക്കുന്നൊരു കാര്യമൊന്നുമല്ല. ഒരു കുറേ ഘടകങ്ങളുണ്ട് ഇങ്ങനെ ഉണ്ടായി വരാൻ. അപ്പോൾ അങ്ങനെ വരാൻ യോഗ്യനാണെങ്കിൽ വരട്ടെ. അല്ലാതെ ഇപ്പോൾ ഒരുപാട് PR വർക്ക് ചെയ്തിട്ടൊന്നും ഇവിടെ ഭയങ്കര സ്റ്റാറൊന്നും ഉണ്ടാവുന്നില്ല. അയാൾക്ക് കഴിവുണ്ടാവണം, അയാളുടെ ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ അയാൾക്ക് അനുകൂലമായി മാറണം. ഒരാൾ മാത്രം ഞാൻ ഭയങ്കര സംഭവമാണെന്ന് ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ലല്ലോ. അയാൾക്ക് നല്ല വേഷങ്ങൾ വരണം, നല്ല സിനിമ ഉണ്ടാവണം, നല്ല സംവിധായകരോടെ വർക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മൾ ഈ 10-30 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനിയും ആളുകൾ വിളിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. വിളിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ പോകും, ഇങ്ങനെ തുടരും.
ഇപ്പോൾ ഷാജി കൈലാസ് അങ്ങനെയുള്ള ആ സമയത്തെ സംവിധായകർ തുടങ്ങി ഇപ്പോൾ ഉള്ള ന്യൂ കം ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്ത് വരികയാണ്. ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ ഡയറക്ഷൻ സ്റ്റൈലിലാണെങ്കിലും സിനിമ സെറ്റുകളിലൊക്കെ ആണെങ്കിലും? മേക്കിങ്ങിലൊക്കെ പുതിയ പിള്ളേരുടെ രീതികൾ വേറെ തന്നെയാണ്. അവർ കുറച്ചുകൂടി ഈസി ആയിട്ടാണ് കാര്യങ്ങൾ കാണുന്നത്. സിനിമ ആ രീതിയിലാണ്. ഇപ്പോൾ ഷാജി കൈലാസ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ, ഞാൻ തുടക്കകാലത്ത് വർക്ക് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഇപ്പോഴും ഞാൻ ഷാജി സാറിനെ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് കണ്ടപ്പോൾ പുതിയ പടത്തിൽ എനിക്ക് വേഷം വേണമെന്ന് പറയുന്ന ആൾ ഞാനത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാജി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പുതിയ തലമുറയിലെ പിള്ളേർ വളരെ കൂളാണ്. അവർ അവർ എല്ലാത്തിനോടും വളരെ ഈസി ആയിട്ട് ഇങ്ങനെ എടുത്ത് നല്ല സിനിമ ഉണ്ടാകുന്നുണ്ട് പുതിയ തലമുറ പിള്ളേർ. പഴയ തലമുറ സിനിമകൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കൂളാണ്, കുറച്ചും കൂടി രസമായിട്ട് പോകും, എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ ഇപ്പോഴത്തെ ഈ ഒരു പ്രോസസ്സ്. അതെ, മറ്റേതൊരു മേക്കിംഗ് അതൊന്നുമല്ല, ഒരു ഇങ്ങനെ ഒരു രസകരമായിട്ടൊരു രീതിയിൽ എല്ലാവരും, ഞാൻ ക്യാമറമാൻ, ഞാൻ എഡിറ്റർ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഒരു ഭയങ്കര കൂട്ടായിട്ടൊക്കെ നിന്നിട്ട് ഇങ്ങനെ രസമായിട്ടാണ് സിനിമ ഉണ്ടാക്കുന്നത്. പിന്നെ അവർ പ്രീ വർക്കിനൊക്കെ ഒരുപാട് സമയം ചിലവഴിക്കുന്നുണ്ട്, പ്രീ പ്രൊഡക്ഷനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ സിനിമയ്ക്ക് വലിയ ഗുണം ചെയ്യുന്നുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഒരു റിഫ്ലക്ഷൻ ആണെന്നാണ് പലരും പറയുന്നത്. സിനിമ നല്ല രീതിയിലും മോശം രീതിയിലും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ച് നാൾ മുൻപ്, 1-2 വർഷം മുൻപ് ചെയ്തൊരു സിനിമ, മുരളിലു ഡയറക്റ്റ് ചെയ്ത നല്ല സമയം എന്ന് പറഞ്ഞ സിനിമ, അതിറങ്ങിയതിന് ശേഷം ട്രെയിലർ വന്നപ്പോഴേ വിവാദമായിരുന്നു. സിനിമ ഇറങ്ങിയതിന് ശേഷം വീണ്ടും വിവാദമായി. സിനിമ അവസാനം ഇപ്പം എടുത്തു മാറ്റേണ്ട ഒരവസ്ഥ വരെ എത്തിയായിരുന്നു. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ആ സിനിമ ചെയ്യണ്ടായിരുന്നു എന്നുള്ളത്? ഒരിക്കലും അങ്ങനെ സിനിമ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിനിമ ആളുകളെ പക്ഷെ ഒരു നല്ല മനുഷ്യനെ ഉണ്ടാക്കാൻ സിനിമയ്ക്കൊന്നും പറ്റില്ല. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു, ഇപ്പോൾ വീട്ടിൽ വളർന്ന സാഹചര്യം, നമ്മുടെ ചുറ്റുപാടുകൾ, ഇതൊക്കെ ഒരു സ്വഭാവ രൂപീകരണത്തിന് ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്ന. ഒരു സിനിമ കണ്ടുകൊണ്ട് നാളെ മുതൽ MDMA ഉപയോഗിക്കാമെന്ന് ഒരാൾ വിചാരിക്കുന്നൊന്നുമില്ല. ഇതിലും മാരകമായ ഓരോ സാധനങ്ങൾ പഴയ കാലം മുതൽ സിനിമയിലുണ്ട്. കഞ്ചാവ് വലിക്കുന്ന സിനിമ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞ സിനിമ ഒരിക്കലും എന്താണത് മോശം പറയും. MDMA ആയിരുന്നു ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. അവർ ഇടുക്കി ഗോൾഡിൽ കഞ്ചാവിനെ പറ്റി മഹത്വവൽക്കരിക്കുന്ന വാക്കുകൾ വരെ ഉണ്ട്. ഞാൻ ആ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അല്ല, അതിൻ്റെ പേരിൽ ഇപ്പോൾ MDMA ഉപയോഗിച്ചതിൻ്റെ പേരിൽ ആ സിനിമ, ഇപ്പോൾ ഭീഷ്മാചാരി അല്ലേ, മമ്മൂക്കാട് അതിൽ ഷൈൻ MDMA ഉപയോഗിക്കുന്ന ഭീഷ്മപർവ്വതത്തിൽ MDMA ഉപയോഗിക്കുന്നുണ്ട്. MDMA അത് കണ്ടിട്ട് നാളെ മുതൽ MDMA ഉപയോഗിക്കാമെന്നൊരുത്തം തീരുമാനിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഭയങ്കര നന്മയുള്ള മാത്രം കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ എല്ലാവരും നന്മയുള്ള ആളുകളായി മാറുമെന്ന് അങ്ങനെ തെറ്റുകാരനൊന്നും വേണ്ട. സമൂഹത്തിൽ ഇതൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ വേണോ വേണ്ടോ എന്നുള്ള അവനവൻ തീരുമാനിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ അവൻ വളർന്ന ചുറ്റുപാടുകളിൽ അവൻ വളർന്ന സാഹചര്യങ്ങളൊക്കെ അതിന് സ്വാധീനിക്കുന്ന ഘടകമാണ്. ഇതിപ്പോൾ ആ സിനിമയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ MDMA കൂടുതൽ വളർന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആ സിനിമയെക്കുറിച്ച് അങ്ങനെ റിഗ്രറ്റ് ഒന്നുമില്ല. സിനിമ ബാൻ ചെയ്യണ്ടായിരുന്നു എന്നുള്ളൊരു തോട്ട് വന്നിരുന്നോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമായിരുന്നു സ്വാമിയേട്ടൻ എന്ന് പറയുന്നത്. ഒരു തൃശ്ശൂർകാരനാണ്, ബേസിക്കലി ഞാനും തൃശ്ശൂർകാരനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുറേ മാനറിസങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കോഴിത്തര സ്വഭാവമൊക്കെയുള്ളൊരു മനുഷ്യൻ. അങ്ങനെ ആ ക്യാരക്ടറോട് എനിക്ക് ഇഷ്ടമായിട്ടാണ് ഞാൻ ആ സിനിമയിലേക്ക് വന്നത്. MDMA കാര്യമൊന്നും എനിക്ക് സത്യത്തിൽ സിനിമയിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് അറിയില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് ചെയ്ത വേഷങ്ങളിൽ ഏറ്റവും നല്ല വേഷങ്ങളിലൊന്ന്, ഏറ്റവും നല്ല വേഷങ്ങളിലൊന്ന് തന്നെയാണ് സ്വാമിയേട്ടൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് വളരെ അനായാസമായി ചെയ്യാൻ പറ്റിയെന്ന്, എൻ്റെ അനായാസത്തിനല്ല, എല്ലാവരും മോഹൻലാലിൻ്റെ അനായാസം ഒന്നും ചോദിക്കരുതില്ല, എൻ്റെ അനായാസതയിൽ ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു സ്വാമിയേട്ടൻ. അതുകൊണ്ട് തന്നെ ആ സിനിമ വേറെ എവിടെയെങ്കിലും ഇപ്പോൾ ആളുകളൊക്കെ പലരും കണ്ടിട്ട് നല്ല രസമുണ്ടല്ലോ, അതെങ്ങനെയാണ് അത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവും. കുറച്ചും കൂടി ആൾക്കാരൊക്കെ കണ്ടിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല ആൾക്കാരിലേക്ക് എത്തണമായിരുന്നല്ലേ കുറച്ചുകൂടെ. തീർച്ചയായും. പക്ഷേ ഈ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല. ഇപ്പം റീസെൻ്റായിട്ട് മാർക്കോയൊക്കെ റിലീസായ ടൈമിലും പലരും അതിലെ വയലൻസും ഇപ്പം ഉണ്ണിമുകുന്ദൻ സിഗരറ്റ് വലിക്കുന്ന കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റീസെൻ്റായിട്ട് കുറേ നാളായിട്ടുള്ള ചർച്ചകൾ അത് തന്നെയാണ്, സിനിമയിലെ മോശം കാര്യങ്ങൾ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു എന്നുള്ളത്. അപ്പം ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്
ഇതിനെ പറ്റി എന്തായിരിക്കും ഇക്കയ്ക്ക് പറയാനുള്ളത്? ഉണ്ണി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പ്രസ്താവന കേട്ടില്ലേ, സിഗരറ്റ് വലിക്കുന്നതല്ല ശരീരം എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതും അതും സ്വാധീനിക്കുന്ന ഘടകം തന്നെയല്ലേ. മാർക്ക് അത്ര വയലൻസുള്ള സിനിമയോടൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ള ആളല്ല. ഞാൻ അത്ര വയലൻസുള്ള സിനിമ ഇല്ല, എനിക്ക് കാണാനുള്ള ശേഷിയില്ല. അതാണ് എൻ്റെ കാഴ്ചയുടെ പ്രശ്നം. ഇല്ല കേട്ടോ, ഞാൻ കണ്ടില്ല. എനിക്ക് മാർക്ക് കണ്ടിട്ടില്ല, കില്ല് കണ്ടിട്ടില്ല, അതുപോലെ അതേ സീരീസിലുള്ള വേറെ ഹിന്ദി സിനിമകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊന്നും കാണാനുള്ള അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള എനിക്കതൊന്നും താങ്ങില്ല. അപ്പോൾ അതെൻ്റെ പേഴ്സണലായിട്ട് കാര്യം. ആ സിനിമ മോശമായിട്ടുള്ളതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ കാര്യങ്ങളാണത്. അത് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. എൻ്റെ ബ്രദറൊക്കെ ഉണ്ട്, എൻ്റെ തൊട്ട് മുമ്പിലുള്ള 2 വയസ്സുള്ള ചേട്ടനൊക്കെ മാർക്കൊക്കെ ഭയങ്കര നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചത് എങ്ങനെ കാണാൻ പറ്റും, എന്താ കുഴപ്പം? ആറ്റിറ്റ്യൂഡുണ്ട്, ആൾക്കാരുണ്ട്. അപ്പോൾ നല്ലതിനെ സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഉണ്ടാവുക എന്നുള്ളത്, ചീത്തയെ അവഗണിക്കാനുള്ള മനസ്സും കരുത്തും ഉണ്ടാവുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇത് ചീത്തയാണെന്നും ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലെന്നും ഇപ്പോൾ തന്നെ മീഡിയാസ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുന്ന വേടനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് നല്ല, ഇപ്പോൾ വേടൻ്റെ വിഷയത്തിൽ തന്നെ എടുത്താൽ അതിനേക്കാൾ വലിയ പ്രചരണമൊന്നും ഇതിന് കിട്ടിയിട്ടില്ലല്ലോ. ഏത് നല്ല സമയത്തിൻ്റെ നാട്ടിൽ. അപ്പോൾ വേടൻ വലിക്കും, ഇനി നമുക്ക് നാളെ മുതൽ വലിക്കാമെന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേടൻ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ വേടൻ എന്താണ് ഉപയോഗിച്ചെന്നുള്ളത് വേണമെങ്കിൽ ഹൈഡ് ചെയ്തിട്ട് പറയാലോ. വേടൻ ഉപയോഗിച്ചു, പിന്നെ നാളെ മുതൽ നമുക്ക് ഉപയോഗിക്കാൻ അങ്ങനെ തീരുമാനിക്കുന്നില്ല. നല്ലത് തിരഞ്ഞെടുക്കാനും ചീത്ത തിരഞ്ഞെടുക്കാനുള്ള കഴിവൊക്കെ പുതിയ തലമുറയ്ക്കുണ്ട്. അത് ചെയ്തോളും. നമ്മളിങ്ങനെ ഭയങ്കര ബേജാറാവണ്ട. ഈ ഷാരൂഖ്ഖയുടെ ഒരു ആക്ടിങ് കരിയറിൽ തന്നെ ഞാനൊരു നടനാണ് എന്ന് സ്വയം തോന്നുന്ന ഒരു മൊമെൻ്റ് വരില്ലേ, അത് ഏത് സിനിമയിൽ അല്ലെങ്കിൽ ഏത് സമയത്തായിരിക്കും വന്നിട്ടുണ്ടാവുക? ഞാൻ നടനാണെന്നും എനിക്കിതുകൊണ്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. സിനിമയിൽ വരുന്നതിന് മുന്നേ അത് അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ പിന്നെ ഞാൻ സിനിമയിൽ വന്നിട്ട് വലിയ നടനൊക്കെ ആവാം, പക്ഷെ എനിക്ക് കുറച്ചെങ്കിലും ഈ മേഖലയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം, അതിനൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നാടകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ നാടകത്തിൽ അത്യാവശ്യം മോശമില്ലാത്തൊരു നടനാണെന്നുള്ള ഒരു ചീത്തപ്പേരുണ്ട് എനിക്ക്. അപ്പോൾ ഇത് വെച്ചൊരു സിനിമയിലൊക്കെ പറ്റുമെന്നുള്ള എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അല്ലാതെ ഞാൻ സിനിമയിൽ വന്ന് ഒരു 10 പടം കഴിഞ്ഞപ്പോൾ ഞാൻ കൊള്ളാലോ എന്ന് തോന്നിയല്ല. എനിക്ക് അത്യാവശ്യം എൻ്റെ കഴിവ് കേട്ടോ. ഞാൻ പറഞ്ഞാൽ ഞാൻ ഭയങ്കര നടനാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. ഭയങ്കരമായ പരിമിതികളുള്ളൊരു നടനാണ് ഞാൻ. എനിക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? എല്ലാ കഥാപാത്രങ്ങളും എനിക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതുണ്ടാവും. അപ്പം നിങ്ങൾ നാളെ പറയുന്നു വടക്കൻ വീരഗാഥ പുതിയ തലം ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം, നമുക്ക് പുതിയത് ചെയ്യാം, ഇർഷാദിനോട് ചന്തു ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്യില്ല എന്ന് പറയുള്ളൂ. എനിക്ക് പറ്റില്ല. സതയത്തിലെ വേഷം ഒന്നും കൂടി നമുക്ക് ചെയ്യാം, ഇർഷാദെ നീ സതയത്തിൽ ചെയ്യണം. ഒരുപാട് ഞാൻ വെറുതെ ഇങ്ങനെ മമ്മൂക്കാടിയും ലാലേട്ടൻ്റെ ഒരു വേഷങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പോൾ കമലതളം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന് കമലതളം ചെയ്യുന്ന സമയത്ത് ഡാൻസ് അറിയില്ലായിരുന്നു. അദ്ദേഹം അതിൽ ചെയ്ത നൃത്തം എന്താണ്, മൃഗ ചെയ്യാൻ പറഞ്ഞാൽ, അതുപോലെ തന്നെ പൊന്തന്മാട ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയാൻ പറ്റില്ല എന്ന് പറയും. അതൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് എന്നല്ല, അതിൻ്റെ അരികിലേക്ക് പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര നടനല്ല എന്ന് പറയുന്നത്. ഇവരൊക്കെ ലെജൻഡുകളൊക്കെ ചെയ്തു വെച്ചെടുത്ത് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഞാൻ വിധേയം ചെയ്യണമെന്ന് നാളെ എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാട്ടെന്ന് പറയുള്ളൂ. പറ്റില്ല. അപ്പോൾ അത്ര വലിയ നടനമൊന്നല്ല എന്നുള്ള ബോധ്യം എനിക്കുന്നതല്ലേ. പരിമിതികൾ എന്ന് പറയുന്ന ഇതിനാണല്ലേ. ഇനിയും വരാൻ പോകുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ തുടരും തിയേറ്ററിൽ വളരെ സക്സസ്ഫുള്ളായി തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ കമ്മിങ് പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇറങ്ങാനുള്ളത് പെണ്ണ് കേസ് എന്ന് പറഞ്ഞ സിനിമ, നിഖില വിമലിൻ്റെ കഥാപാത്രമായിട്ടുള്ള പെണ്ണ് കേസിൽ ഒരു നല്ല വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ മുരളി ഗോപി സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത ആ സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അനന്തൻകാട് സിനിമ, അതിലൊരു വേഷമുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിജയ് സേതുപതിയുടെ ഒരു വെബ് സീരീസാണ്, തമിഴ് വെബ് സീരീസാണ്. വിജയ് സേതുപതി നായകനായിട്ടുള്ളൊരു, നമ്മുടെ എഡിറ്റർ അജിത്തേട്ടനാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അത് തുടങ്ങാൻ പോകുന്നത് ജിത്തുവിൻ്റെ
കുറച്ച് കാലത്തിന് ശേഷം ജിത്തുവിൻ്റെ ഒരു പടത്തിൽ നല്ല വേഷം ചെയ്യുന്നു. അതാണ് അടുത്ത സിനിമ. ഇപ്പം മലയാളം അല്ലാതെയുള്ള വേറെ ലാംഗ്വേജസിലെ വർക്കൊക്കെ ഇപ്പം ഈ വെബ് സീരീസ് പറഞ്ഞു. അതല്ലാതെ വേറെ ഇല്ല. തമിഴിൽ 1-2 പരിപാടികൾ ഇങ്ങനെ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാവണം. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് തന്നെ ചെയ്തു പോകുമ്പോൾ ഈ ഫിനാൻഷ്യൽ സൈഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം ജീവിക്കാം. ഒരു പാക്കറ്റ് ചപ്പാത്തിയും ഒരു 10 മുട്ടയും മേടിച്ച് കഴിഞ്ഞാൽ ധാരാളമാണ്. അതിമോഹം ഇല്ലാണ്ടിരുന്നാൽ മതി. നിങ്ങളിവിടെ ഞാൻ ഈ കഫേയിലേക്ക് എത്ര തവണ വന്നിട്ടുണ്ടാവും? ഞാൻ 1-2 തവണ വന്നിട്ടുണ്ടാവുള്ളൂ. എറണാകുളത്തെ വലിയ വലിയ ഹോട്ടലുകളുടെ പേര് ആരെങ്കിലും വന്നിട്ട് എവിടുന്ന് നല്ല ഭക്ഷണം കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഫുഡി അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ലാവിഷായിട്ട് ഇന്ന് മറ്റേ ഹോട്ടലിൽ പോയിട്ട് നാളെ ഇവിടെ പോയിട്ട് എനിക്കറിയില്ല അങ്ങനെ. അപ്പോൾ ഞാനങ്ങനെ വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഒരുപാട് കാശിൻ്റെ ആവശ്യമില്ല. എനിക്കാകെ എൻ്റെ ആർഭാടം എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു വണ്ടിയാണ്. ഞാൻ ചിലപ്പോൾ ഒരു നല്ല വണ്ടിയിലൂടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കും. അതിലെടുക്കാൻ ഡീസൽ. ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ എന്തെങ്കിലും കഴിച്ചാൽ വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതല്ല, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഈ ഭയങ്കരമായിട്ടുള്ള പൈസ ഈ 30 കൊല്ലമായിട്ട് നിങ്ങൾ എന്ത് സമ്പാദിച്ചു എന്ന് വെച്ചാൽ ഞാൻ ഒന്നും സമ്പാദിച്ചിട്ടൊന്നുമില്ല. ഭയങ്കരമായിട്ടുള്ള ഒരുപാട് സ്നേഹങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവും, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ സൗഹൃദങ്ങളാണ്. ഒരുപാട് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അതൊക്കെ തന്നെ അതാണ് കരുത്ത് എന്ന് പറയുന്നത്. വളരെ ലളിതമായിട്ട് ആലോചിച്ചാൽ മതി. ജീവിതം വളരെ സുഖമാണ്. അല്ലാതെ നമ്മളിങ്ങനെ നാളെ മറൈൻ ഡ്രൈവിൽ ഫ്ലാറ്റ് മേടിക്കണം, മറ്റന്നാൾ BMW മേടിക്കണം, അല്ലെങ്കിൽ അത് നോക്കണം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രശ്നം വരും. അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ഭയങ്കര പരാജയപ്പെട്ട ഒരു മനുഷ്യനായിരിക്കാം. പക്ഷേ ഞാനൊരിക്കലും പരാജയപ്പെട്ട മനുഷ്യനല്ല. ഞാൻ ഭയങ്കര സക്സസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പുതുമുഖ സംവിധായകരെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പം പല രീതിയിലുള്ള പല വ്യത്യസ്ത ടൈപ്പിലുള്ള സിനിമകളും ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അതിൽ ഇക്കിനി ആരുടെയും സിനിമയുടെ ഭാഗമാവണം എന്ന് തോന്നിയിട്ടുണ്ടോ? പുതുമുഖമല്ല, ഇവിടെ നിലനിൽക്കുന്ന ഒരുപാട് ആളുകൾ സിനിമയിൽ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള 2-3 പേര് പറഞ്ഞുതരാം വേണമെങ്കിൽ. ആഷിഖ് കപൂറിൻ്റെ പടത്തിൽ ഇതുവരെ അഭിനയിച്ചിട്ടില്ല, അമൽനീരത്തിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല, അൻവർ റഷീദിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല. ഇങ്ങനെ പോകുന്ന ഒരുപാട് സംവിധായകരുണ്ട് ഞാൻ അഭിനയിക്കാത്ത. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത ആളുകൾ ഇപ്പോൾ ഗിരീഷിൻ്റെ കൂടെ നമ്മൾ ചോദിച്ചിട്ടുണ്ടോ സിനിമ വരുമ്പോൾ വിളിക്കണം അങ്ങനെ എന്തെങ്കിലും? ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെന്തുകൊണ്ട് വിളിക്കുന്നത്? ഇപ്പോൾ ആരോ എന്നോട് ചോദിച്ചവർക്ക് നിങ്ങൾ അവഗണിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. എന്നെ അങ്ങനെ അവഗണിക്കേണ്ട കാര്യം അവർക്കില്ല. എന്നെ അവഗണിക്കാൻ ആർക്കും പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അവർ വിളിക്കാത്തത്. അല്ലാണ്ട് അത് അവഗണന എന്ന് പറയരുത്. അവർക്ക് എനിക്ക് പകരം വയ്ക്കാൻ 100 ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ 10 പേരെങ്കിലും വേറെ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കംഫർട്ട് സോണിൽ ഒരുപാട് പേരുണ്ടാവും. ഞാനത്ര കംഫർട്ട് ആവണമെന്നില്ല. ഭയങ്കര ഘടകങ്ങൾ അതൊക്കെ. ഒരു സംവിധായകന്, ഒരു ക്രൂവിൻ്റെ, ഒരു നിർമ്മാതാവിനൊക്കെ ഇവനെ വെച്ചാൽ നമുക്ക് ഭയങ്കര കംഫർട്ടാട്ടാ എന്ന് തോന്നുന്ന നടന്മാരെയാണ് അവർ വിളിക്കുക. സംവിധായകനായാലും എഴുത്തുകാരനായാലും നിർമ്മാതാവായാലും എല്ലാവരും. അപ്പോൾ ഞാൻ കംഫർട്ടല്ലാത്ത സ്ഥലത്താവും ഞാൻ അഭിനയിക്കാതിരിക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ അത്ര വലിയ പ്രതിഭയാണെന്നോ അല്ലെങ്കിൽ വലിയ നടനാണെന്ന് തോന്നാത്തടത്തൊക്കെ ഞാൻ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നിൽ വിശ്വാസമുള്ള, എന്നെ ആഗ്രഹിക്കുന്ന, എന്നോട് എൻ്റെ കഴിവിനെ വിശ്വാസമുള്ള ആളുകളൊക്കെ വിളിക്കും, നമ്മൾ പോകും. കൂൾ. ഉറപ്പായിട്ടും. അപ്പം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടരില്ല, നമ്മുടെ ജീവിതം തന്നെ തുടർന്നു. അതെ, എല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതവും സിനിമയും അഭിനയവും എല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും തുടരുക തന്നെ ചെയ്യും. അതെ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാവാൻ ഇനിയും സാധിക്കട്ടെ. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ സിനിമ ചെയ്യുമ്പോൾ വരണം. തീർച്ചയായിട്ടും വിളിക്കും. നമ്പർ ഉണ്ടല്ലോ, ഞാൻ വിളിച്ചോളാം. താങ്ക് യു ഇർഷാദ്.